വെൽക്കം ടു മൈ ഹോസ്പിറ്റൽ. മൈ ഹോസ്പിറ്റലിന്റെ സെഗ്മെന്റ് ആയ ജേർണി ഓഫ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രമുഖരായ വ്യക്തികളുടെ ജീവിത കഥകൾ നമുക്കെന്നും പ്രചോദനമാണ്. അങ്ങനെ വൈദ്യശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖരായ വ്യക്തികളുടെ ജീവിത കഥകൾ നമുക്ക് വേണ്ടി പങ്കുവെക്കുന്ന സെഗ്മെന്റ് ആണ് ജേർണി ഓഫ് ലൈഫ്. ജേർണി ഓഫ് ലൈഫിന്റെ ഈ എപ്പിസോഡിൽ മൈ ഹോസ്പിറ്റലിന്റെ MD രാജു കണ്ണമ്പുഴ, പ്രശസ്ത ഹൃദ്രോഗ ചികിത്സാ വിദഗ്ധനും അധ്യാപകനുമായ ഡോക്ടർ രാജൻ ജോസഫ് മാഞ്ഞുരാനുമായി സംസാരിക്കുന്നു. നമസ്കാരം. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് കേരളത്തിലും കേരളത്തിന് പുറത്തും അതിപ്രശസ്തനായ ഒരു ഹൃദ്രോഗ ചികിത്സാ വിദഗ്ധനും നൂറുകണക്കിന് ശിഷ്യസമ്പത്തുള്ള ഒരു അധ്യാപകനുമായ ഡോക്ടർ രാജൻ ജോസഫ് മാഞ്ഞുരാൻ അവറുകളെയാണ്. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം സാർ. സാറിൻ്റെ സ്കൂൾ പഠന കാലഘട്ടത്തിലേക്ക് ചിന്തയെ നമുക്കൊന്ന് കൊണ്ടുപോകാം. സാർ വടക്കൻ പറവൂരാണ് സാറിൻ്റെ ജന്മസ്ഥലമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ല, ജനിച്ചത് തൃശ്ശൂരാണ്, അധികം സമയം ചിലവഴിച്ചത് വടക്കൻ പറവൂർ. അപ്പോൾ തൃശ്ശൂരായിരിക്കും സാറിൻ്റെ സ്കൂൾ പഠനകാലമൊക്കെ ആരംഭിച്ചത്? അല്ലല്ല, അതുമല്ല. സ്കൂൾ പഠനകാലം എൻ്റെ ഫാദറിൻ്റെ സ്ഥലം ഈ ചെറായി ചക്കരക്കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയാണ് ഞാൻ 3ാം ക്ലാസ് വരെ പഠിച്ചത്. അപ്പോൾ അതിനകത്ത് സാധാരണ കാര്യം മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഒരു കാര്യം മാത്രമേ എനിക്ക് അതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതുള്ളൂ. ഞാൻ 2ാം ക്ലാസ് കഴിഞ്ഞ് 3ാം ക്ലാസ്സിലേക്ക് കയറിയപ്പോൾ 3ാം ക്ലാസ്സിൽ 2 ഡിവിഷൻസ് ഉണ്ട്. ഒരു ഡിവിഷൻ്റെ സാറ് ഒരു തോമസ് സാറും മറ്റേ ഡിവിഷൻ്റെ സാറ് ഒരു കുമാരൻ മാഷുണ്ട്. അപ്പോൾ എന്നെ ആദ്യം ഇവർ രണ്ടുപേരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഈ തോമസ് സാറ് വളരെ മൈൽഡാണ്, അങ്ങനെ പിള്ളേരെ അടിക്കുകയൊന്നുമില്ല, പഠിപ്പിക്കാൻ ഇച്ചിരി ശേഷി കുറവാണ്. മറ്റേ കുമാരൻ സാർ നല്ലപോലെ പഠിപ്പിക്കും, തെറ്റുപറ്റി കഴിഞ്ഞാൽ ഭയങ്കര അടിയാണ്. അത് ബോയ്സിനെയൊക്കെ അടിക്കുക, നിക്കർ ഊരിട്ടിട്ട് ചന്തിക്ക് അടിക്കുക, അത്ര വലിയ ശിക്ഷയാണ്. അപ്പോൾ എന്നെ അവിടുത്തെ ഹെഡ് മാസ്റ്റർ എന്നെ ആദ്യം തന്നെ തോമസ് സാറിൻ്റെ ക്ലാസ്സിലാക്കി. തോമസ് സാറിൻ്റെ ക്ലാസ്സിലാണ് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞു. അവിടെ തന്നെ ഫാദർ പിറ്റേ ദിവസം അവിടെ വന്നിട്ട് എന്നെ കുമാരൻ സാറിൻ്റെ ക്ലാസ്സിലേക്ക് പറ്റി, നിനക്ക് ഇച്ചിരി അടി കൊണ്ടാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതിയായിട്ട് ആലോചിക്കുകയായിരുന്നു. ഇന്ന് സാറുമാരെ അടിക്കുകയോ വല്ലതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര കുഴപ്പമാണ്. ഇത് എന്നെ അടിക്കുന്നൊരു സാറിൻ്റെ ക്ലാസ്സിലേക്ക് മാറ്റി ചെയ്തത്. അതിനെന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? സാർ ഒത്തിരി കുസൃതിയായിരുന്നു? അതുകൊണ്ടല്ല, എനിക്ക് തോന്നിയത് ഈ കുമാരൻ സാറ് നല്ലപോലെ പഠിപ്പിക്കുമായിരുന്നു ആൻഡ് വളരെ സ്ട്രിക്റ്റും ആയിരുന്നു. സോ ഈ തോമസ് സാർ ഇച്ചിരി അത്രയും സ്ട്രിക്റ്റും അല്ല, പഠിപ്പിക്കലും കുറച്ച് കുറവായിരുന്നു. സോ ഫാദർ തോട്ട് ദാറ്റ് ഐ വുഡ് ബി ബെറ്റർ ഇഫ് ഐ എം വിത്ത് കുമാരൻ സാർ എന്ന് വിചാരിച്ചതെന്ന് തോന്നുന്നു. 3ാം ക്ലാസ്സിന് ശേഷം വേറെ സ്കൂളിലേക്ക് മാറുകയാണ് ഉണ്ടായത്? 3ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ മൈ മദർ വെൻ ടു ഹെർ ഹൗസ് തൃശ്ശൂരാണ്. അനിയനെ പ്രസവിക്കാൻ വേണ്ടി അവിടെ പോയപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. അവിടെ ഒരു ചെറിയ ഇൻസ്റ്റൻസ് ഉണ്ടായത് എനിക്ക് ഒരുപാട് ഒരു കോൺഫിഡൻസ് തന്നൊരു ഇൻസ്റ്റൻസ് ആയിരുന്നു. അവിടെ ഞങ്ങൾ പഠിപ്പിച്ചിരുന്ന സാർ ഒരു ദിവസം ക്ലാസ്സിൽ അനൗൺസ് ചെയ്തു, അടുത്ത ഓണം വെക്കേഷനുള്ള പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും ഫസ്റ്റ് കിട്ടുന്ന കുട്ടിക്ക് എൻ്റെ വക ഒരു പ്രത്യേക സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞു. അത് വലിയൊരു കാര്യമായിട്ട് എടുത്തിട്ടല്ല. അന്ന് പരീക്ഷയിൽ 6 സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, 5ലും ഞാനായിരുന്നു ഫസ്റ്റ്, ഒരു സബ്ജക്റ്റ് സെക്കൻഡായി പോയി. അപ്പോൾ അന്ന് എൻ്റെ ഈ പഠിപ്പിക്കുന്ന സാർ പോൾ മാഷ് എന്ന് പറയാം, പുള്ളി എൻ്റെ ഫാദറിന് പോൾ മാഷെ കാണാൻ വന്നിരിക്കും പഠിക്കുന്നുണ്ടെന്ന് അറിയാനായിട്ട്. അപ്പോൾ സാർ പറഞ്ഞു ഭയങ്കര ഒരു എൻത്യൂസിയാസമുള്ള കുട്ടിയാണ്, അതുകൊണ്ട് എൻകറേജ് ചെയ്യാൻ പറഞ്ഞു. അന്നേരം എനിക്ക് വലിയൊരു കോൺഫിഡൻസ് ബിൽഡിംഗ് ആയിരുന്നു. അതായത് ഇങ്ങനൊരു കാര്യം വന്നു, അതിനകത്ത് തന്നെ 6 സബ്ജക്റ്റിൽ 5 ഫസ്റ്റായി, മറ്റേത് ഐ വാസ് സെക്കൻഡ്. ബട്ട് ദാറ്റ് വാസ് ഒരു നമ്മുടെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു. അത് ഹൈസ്കൂൾ വരെ 10ാം ക്ലാസ് വരെ അവിടെയാണോ? അല്ലല്ല, അത് കഴിഞ്ഞ് 4ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ വി കെയിം ടു നോർത്ത് പറവൂർ. പിന്നെ നോർത്ത് പറവൂരായിരുന്നു പഠനം. അങ്ങനെ നോർത്ത് പറവൂരിലെ സ്കൂൾ പഠനകാലത്ത് എന്തെങ്കിലും ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്ന? പ്രധാനമായിട്ട് എനിക്കിപ്പോൾ ഞാൻ പത്രങ്ങളിലൊക്കെ വായിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നത്, അന്ന് നമ്മൾ സ്കൂൾ പഠനകാലത്തൊക്കെ ധാരാളം സമയം കളിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് ഏകദേശം ഒരു 20 മിനിറ്റ് നടക്കണം, ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. അന്ന് ഏകദേശം ഒരു 20 മിനിറ്റ് നടക്കണം. അന്ന് കളിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പക്ഷേ 9:30 പോകാൻ സമ്മതിക്കുള്ളൂ.
അവിടെ ചെന്ന് സമയം കളയണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഈ നടക്കുന്നതിന് പകരം സ്കൂൾ വരെ ഓടും. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് കളിക്കാൻ കിട്ടും. അതുപോലെ തന്നെ ഉച്ചയ്ക്കും വീട്ടിലേക്ക് ഓടി വരും, ഭക്ഷണം കഴിഞ്ഞ് പിന്നെ ഓടും. അപ്പോൾ കളിക്കുന്നതിന് ഇടയ്ക്കുള്ള സമയം ഒരു 1/2-3/4 മണിക്കൂർ അങ്ങനെ കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 മണിക്ക് ക്ലാസ് കഴിയും. 4:30 മുതൽ 6:30 വരെ കളിയാണ്, അതിന് പെർമിഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു അന്ന് ഈ ശാരീരിക അധ്വാനത്തിനും കളിക്കൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പിള്ളേരാരും കളിക്കുന്നില്ലല്ലോ, എല്ലാവരും ഈ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഒരു ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്. പിന്നെ വേറൊന്നും എനിക്ക് തോന്നിയത്, കളിയിൽ നമ്മൾ പലപ്പോഴും കളിയിൽ തോറ്റു പോകുമല്ലോ. അപ്പോൾ ഈ തോൽവി അക്സെപ്റ്റ് ചെയ്യുന്നതിനുള്ളതായ ഒരു മാനസികമായിട്ടുള്ളൊരു സാഹചര്യം നമുക്കവിടെ ഉണ്ടായി. ഇന്നിപ്പോൾ പല കുട്ടികളും തോക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അപ്പോഴേക്കും കരച്ചിലായി, ബഹളമായി, അതെയോ ആത്മഹത്യ ചെയ്യും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്നും നമ്മൾ കളിയിൽ പലപ്പോഴും തോക്കുകയും ചെയ്യും, ജയിക്കുകയും ചെയ്യും. അപ്പോൾ തോക്കുന്ന സമയത്ത് അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ളതായ ഒരു സാഹചര്യം, ഒരു മെൻ്റൽ സ്ട്രെങ്ത്തും അവിടെ ഉണ്ടായി എന്നുള്ളത് എനിക്ക് തോന്നുന്നു. പിന്നെ അവിടെ ഞാൻ ഓഫ്കോഴ്സ് ഞാൻ പഠിക്കുന്ന കാലത്ത് ആ സമയത്ത് തന്നെ നല്ലപോലെ പഠിക്കുമായിരുന്നു. ഞങ്ങളുടെ സ്കൂളിലെ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അങ്ങനെയാണ് പോയത്. സ്കൂൾ പിന്നെ പഠിച്ചത് UC കോളേജിലാണ്. UC കോളേജിൽ അവിടെ അന്ന് പ്രീ ഡിഗ്രിയാണ്, ഒരു വർഷമേ ഉള്ളൂ. അതൊരു വർഷം പഠിച്ചു. അത് കഴിഞ്ഞ് അപ്പോഴേക്കും മെഡിസിൻ അഡ്മിഷൻ കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് പ്രീ മെഡിക്കൽ എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്, അതും UC കോളേജിൽ തന്നെ ചെയ്തു. അങ്ങനെ 2 ഇയേഴ്സ് UC കോളേജിൽ സ്പെൻഡ് ചെയ്തു. സാർ, ഈ മെഡിക്കൽ ഒരു ഡോക്ടർ എന്ന് പറയുന്ന ഒരു പ്രൊഫഷനിലേക്ക് സാറിനെ പ്രേരിപ്പിച്ചത്, അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു പ്രേരണ? ഞാനിത് തിരഞ്ഞെടുത്തതല്ല, എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ എൻ്റെ പിന്നിൽ വലിയൊരു സ്റ്റോറി തന്നെ ഉണ്ട്, ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. ഞാൻ പഠിക്കുമ്പോൾ 9ാം ക്ലാസ്സിൽ നമുക്ക് സബ്ജക്റ്റ് തിരിയണം, ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ്. അപ്പോൾ അന്ന് 9ാം ക്ലാസ്സിൽ സബ്ജക്റ്റ് തിരിയുമ്പോൾ പൊതുവെ എല്ലാവരും പറയും, ബുദ്ധിയുള്ളവരെല്ലാവരും മാത്തമാറ്റിക്സിന് പോകും, ഇത്തിരി ബുദ്ധി കുറഞ്ഞവൻ ബയോളജിക്ക് പോകും, വളരെയധികം ബുദ്ധി കുറഞ്ഞവൻ സോഷ്യൽ സ്റ്റഡീസ് എന്നൊക്കെ പറഞ്ഞു പോകും. അപ്പോൾ മാത്തമാറ്റിക്സ് എടുക്കണമെന്ന് എനിക്ക് വളരെ നിർബന്ധമായിരുന്നു. അപ്പോൾ ഫാദർ പറഞ്ഞു, ഒരു മാർഗ്ഗമില്ല, യു ഹാവ് ടു ടേക്ക് ബയോളജി, ഡോക്ടർ ലൈനിൽ തന്നെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ വരയ്ക്കാനൊക്കെ വളരെ ശരിയാവുകയില്ല. ഈ ബയോളജി ആകുമ്പോൾ ഈ ചെടികളുടെ പടവും പിന്നെ ഈ മൃഗങ്ങളുടെ പടവും ഒക്കെ പലതൊക്കെ വരയ്ക്കണമല്ലോ. അപ്പോൾ ഞാൻ വരച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, നിനക്ക് ഡ്രോയിങ്ങിന് ട്യൂഷൻ വയ്ക്കാൻ തോന്നി. അപ്പോൾ ഡ്രോയിങ്, അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഡ്രോയിങ് മാഷെ കണ്ടിട്ട് ഒരു ദിവസം വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഡ്രോയിങ് മാഷെ കണ്ട് കാര്യം പറഞ്ഞു. അപ്പോൾ കാര്യം പറഞ്ഞു, ഡ്രോയിങ് മാഷ് എന്താ കാര്യം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഫാദർ പറഞ്ഞു ഡ്രോയിങ്ങിന് ട്യൂഷൻ വയ്ക്കണമെന്ന്. അത് കേട്ടിട്ട് ഡ്രോയിങ് മാഷ് എനിക്ക് തോന്നി ബോധം കെട്ടി വീഴുമെന്ന്. ഇതുവരെ ആദ്യമായിട്ടാണ് ഡ്രോയിങ്ങിന് ട്യൂഷൻ വേണമെന്ന് പറഞ്ഞ് ഒരാൾ വന്ന് ചോദിക്കുന്നത്. എന്നിട്ട് പിന്നെ കുറച്ചാൾ ട്യൂഷൻ വെച്ച് ഡ്രോയിങ്ങൊക്കെ കുറേ ശരിയാക്കി അത് സെക്കൻഡ് ഗ്രൂപ്പ് പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പ്രീ ഡിഗ്രി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ മാത്സ് പഠിക്കാൻ, മാത്സും പഠിച്ചു, ബയോളജി പഠിച്ചു, രണ്ടും കൂടി പഠിച്ചു. 2 മെഡിസിനും എഞ്ചിനീയറിങ്ങിന് അപ്ലൈ ചെയ്തു. അന്ന് എഞ്ചിനീയറിങ്ങിൻ്റെ അഡ്മിഷൻ കിട്ടി. കാർഡ് വന്നു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർക്കൊക്കെ കാർഡ് വന്നു, എനിക്ക് മാത്രം കാർഡ് കിട്ടുന്നില്ല. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞ്, ഞാൻ തിരുവനന്തപുരത്ത് പോവുകയാണ്, എനിക്ക് എന്തുകൊണ്ട് കാർഡ് വരാത്തതെന്ന് അന്വേഷിക്കാനായിട്ട്. അപ്പോൾ ഫാദർ പറഞ്ഞു, നിൻ്റെ കാർഡ് എൻ്റെ പോക്കറ്റിൽ, നീ എഞ്ചിനീയറിംഗ് ചേരാതിരിക്കാൻ വേണ്ടി കാർഡ് ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുകയെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അമ്മയോടൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടും പിന്നെ ഫാദർ സമ്മതിച്ചില്ല. ദെൻ ഐ ഡിസൈഡ് ടു ജോയിൻ മെഡിസിൻ. അങ്ങനെ മെഡിസിൻ വന്ന് ഫാദറിൻ്റെ നിർബന്ധം കൊണ്ട് വന്ന് ചേർന്നതാണ്. പക്ഷേ മെഡിസിൻ വന്ന് ചേർന്നതിന് ശേഷം ഐ നോട്ട് ലുക്ക് ബാക്ക്. കോളേജിലൊക്കെ ഐ വാസ് ത്രൂ ഔട്ട് ഫസ്റ്റ് ഇൻ ദ കോളേജ്, ഫസ്റ്റ് ഇൻ ദ യൂണിവേഴ്സിറ്റി. കോളേജിലല്ല, ഫസ്റ്റ് ഇയർ മുതൽ ഫൈനൽ ഇയർ വരെ ഫസ്റ്റ് ഇൻ ദ യൂണിവേഴ്സിറ്റി. പിന്നെ അത് മാത്രമല്ല, കേരള യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ ഈ MBBS ആർക്കും ഫസ്റ്റ് ക്ലാസ് കിട്ടിയിരുന്നില്ല. അന്ന് 70% മാർക്ക് കിട്ടണം ഫസ്റ്റ് ക്ലാസ്സിന്. അന്ന് യൂണിവേഴ്സിറ്റിയിൽ ഒരാൾക്കും ഫസ്റ്റ് ക്ലാസ് കിട്ടിയിരുന്നില്ല ടിൽ ദ ടൈം. ഐ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു ഗെറ്റ് എ ഫസ്റ്റ് ക്ലാസ് ഫോർ ഇൻ MBBS ഓൾ ഓവർ കേരള. ആദ്യത്തെ കാൻഡിഡേറ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അവിടെ ഗോൾഡ് മെഡൽസ് ഉണ്ട്. അവിടെ ബെസ്റ്റ് സ്റ്റുഡൻറ്റിന് 8 ഗോൾഡ് മെഡൽ ഞങ്ങളുടെ കോളേജിലുണ്ട്. 2 ഗോൾഡ് മെഡൽ യൂണിവേഴ്സിറ്റിയിലുണ്ട്. അങ്ങനെ 8 10 ഗോൾഡ് മെഡൽ എനിക്ക് തന്നെ കിട്ടിയതാണ്. അപ്പം അങ്ങനെ MBBS പഠനകാലം വളരെ സക്സസ്ഫുൾ ആയിരുന്നു. സാറിപ്പോൾ
സംസാരിച്ചതിൽ നിന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു പിതാവിനെയാണ് സാറ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പിതൃപുത്ര ബന്ധത്തെക്കുറിച്ച് സാറ് ഒന്ന് സംസാരിക്കാൻ. ഇന്നത്തെ ഇച്ചിരി വ്യത്യാസമുണ്ടല്ലോ. അന്ന് ഫാദർ ഞാൻ വളരെ റെസ്പെക്റ്റ് ഒക്കെയാണ്. ഇതിൽ നിന്ന് ഇത്തിരി വ്യത്യാസമുണ്ട്. അത് എനിക്ക് വേറെ വലിയ കുഴപ്പം തോന്നിയിട്ടില്ല. ബിക്കോസ് ഫാദർ വാസ് വെരി സ്ട്രിക്റ്റ്. ഞാൻ അൾട്ടിമേറ്റ്ലി വെൻ ഐ ലുക്ക് ബാക്ക് ഐ തിങ്ക് ഹി ഡിഡ് എവറിതിങ് ഫോർ മൈ ഗുഡ്. പ്രൊഫഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എഞ്ചിനീയറിങ്ങിന് ഈ മെഡിക്കൽ പ്രൊഫഷൻ്റെ അത്രയും ഒരു സ്റ്റാറ്റസ് ഇല്ല. ഇന്നിപ്പോൾ എഞ്ചിനീയറിംഗ് പ്രൊഫഷൻ ഹാസ് ഗോട്ട് ഈക്വൽ ഓർ ഈവൺ ബെറ്റർ സ്റ്റാറ്റസ്. പക്ഷേ അന്ന് കാലത്ത് ദർ ഇസ് നോ കമ്പാരിസൺ. അപ്പോൾ ഈസ് അഡ്വൈസ് ദാറ്റ് യു ഹാവ് ടു ഡു മെഡിസിൻ എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല അഡ്വൈസായിട്ട് എനിക്ക് തോന്നി. പിന്നെ അവിടെ ചെന്ന് ചേർന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഐ ഡിഡ്ന്റ് ഹാവ് എനി പ്രോബ്ലം. ഐ ജസ്റ്റ് ഡിഡ് വെരി വെൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേറെ ഒരു പ്രയാസങ്ങളോ അല്ലെങ്കിൽ ഞാനിതിൽ വന്നു പെട്ടല്ലോ അങ്ങനത്തെ ഒരു മാനസിക അസ്വസ്ഥ ഒന്നും തന്നെ ഉണ്ടായില്ല. സാറിൻ്റെ വീട്ടിൻ്റെ പശ്ചാത്തലം എന്ന് പറയാമോ? സഹോദരങ്ങൾ എനിക്ക് 2 സഹോദരന്മാർ. ഞാൻ മൂത്ത ആളാണ്. 2 സഹോദരങ്ങളാണുള്ളത്. എൻ്റെ തൊട്ട് താഴെയുള്ള ആളും ഡോക്ടറാണ്. 3 പേരുണ്ട്. 2 പേരും ഡോക്ടേഴ്സാണ്. തൊട്ട് താഴെയുള്ള ആൾ ENT ആണ് പഠിച്ചിരിക്കുന്നത്. ഹി വാസ് ദി പ്രൊഫസർ ഓഫ് ENT അറ്റ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ്. പിന്നെ അവിടെ നിന്ന് റിട്ടയർ ചെയ്ത് പിന്നെ ഹി സ്പെൻഡ് സം ടൈം വിത്ത് ജൂബിലി മിഷൻ. പിന്നെ ഇപ്പോൾ അവിടെ നിന്നും പ്രായം കഴിഞ്ഞപ്പോൾ ഈ റിട്ടയർഡ് ഫ്രം ദയർ. യങ്ങസ്റ്റ് ബ്രദർ UK ഈസ് മാക്സിലർ ഫേഷ്യൽ സർജൻ. അങ്ങനെ 2 ബ്രദേഴ്സാണ്. ഞങ്ങൾക്ക് സിസ്റ്റേഴ്സ് ഇല്ല. MBBS പഠനത്തിന് ശേഷമുള്ള MBBS പഠനത്തിന് ശേഷം ബിക്കോസ് അതിനകത്തും കുറേ ചെറിയ പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഇൻ ദ യൂണിവേഴ്സിറ്റി ആയിരുന്നു. അപ്പോൾ അന്ന് നമ്മുടെ ഈ MBBS പരീക്ഷയുടെ മാർക്കനുസരിച്ചാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഐ വാസ് ഫസ്റ്റ് ഇൻ ദ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് എൻ്റെ പേരാണ് ആദ്യം വന്നത്. ഞാൻ ജനറൽ മെഡിസിൻ അപ്ലൈ ചെയ്തിരുന്നത്. ജനറൽ മെഡിസിന് എൻ്റെ പേര് വന്നു. അപ്പോൾ ഫാദർ സെഡ് ദെൻ നോ യു നീഡ് നോട്ട് ജോയിൻ നൗ. നീ ആദ്യം തന്നെ സർവീസിൽ ചെയ്ത് 1 വർഷം ഒന്ന് സർവീസ് ചെയ്യുന്നത് ഇരുത്തം വന്നിട്ട് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്നവരൊക്കെ വേറെ സർപ്രൈസ് ദാറ്റ് ഐ ഡിഡ്ന്റ് ജോയിൻ. അപ്പോൾ ഈ ഫാദർ വളരെ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് പല കാര്യങ്ങളും അമ്മയോടാണ് പറയുന്നത്. അമ്മയുടെ എന്ന് പറഞ്ഞാൽ എനിക്കും പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഫാദർ എന്ത് ചെയ്ത് സമ്മതിച്ചില്ല. ഇറ്റ്സ് ദാറ്റ് യു ഹാവ് ടു ജോയിൻ. എന്നിട്ട് പിന്നെ ഞാൻ തൃശ്ശൂർ മെൻ്റൽ ഹോസ്പിറ്റലിൽ അസിസ്റ്റൻറ്റ് സർജനായിട്ട് ചേർന്നു. ഞാനിപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ അതൊരു ഒരു 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 ദൈവത്തിൻ്റെ തീരുമാനമാണെന്ന് തോന്നുമായിരുന്നു. ബിക്കോസ് 2 മാസം കഴിഞ്ഞപ്പോൾ ഐ ലോസ് മൈ ഫാദർ. ഞാൻ ജോയിൻ ചെയ്ത് 2 മാസം കഴിഞ്ഞ ഫാദർ മരിച്ചു. സാറിൻ്റെ വീട് പണിയുമായിട്ട് അതിൻ്റെ വീട് പണി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചു. അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് കുറച്ച് വീട് പണി കഴിഞ്ഞ് ഒരു 2-3 ആഴ്ച കഴിഞ്ഞ് മരിച്ചു. അപ്പോൾ അതിനകത്ത് ഒരു കാര്യം ഉണ്ടായത്, അങ്ങനെ പെട്ടെന്ന് മരണം സംഭവിച്ചപ്പോൾ അമ്മ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്ത് ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാനായി ആരുമില്ല, ഇവനാണ് മൂത്തതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ എൻ്റെ നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. എൻ്റെ നോർത്ത് പറവൂരിലേക്ക്. അതുകൊണ്ട് വേറെ ഫാദർ മരിച്ചതുകൊണ്ട് ഉണ്ടായ പ്രശ്നങ്ങളും പിന്നെ വേറെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഫൈനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഹാൻഡിൽ ചെയ്യുന്നതിനും അത് സോൾവ് ചെയ്യുന്നതിനും എല്ലാം ശരിയാക്കുന്നതിന് പറ്റി. അങ്ങനെ ഒരു വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാനായിട്ട് ഒരു 6 മാസക്കാലം ഞാനവിടെ 8 മാസം വർക്ക് ചെയ്തു. ആ കാലഘട്ടത്തിൽ ഈ കുഴപ്പങ്ങളെല്ലാം തീർക്കാൻ പറ്റി. അങ്ങനെ ഒരു ഗുണമുണ്ടായി. അത് എനിക്ക് തോന്നുന്നത് ദൈവം നിശ്ചയിച്ചായിരിക്കണം. അല്ലെങ്കിൽ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷന് ചേർന്നിരുന്നെങ്കിൽ ഇടയ്ക്ക് വരാനും പോകാനും ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ട് വന്നതിന് പഠിത്തം തന്നെ അലങ്കോലപ്പെട്ടതിന്. പിന്നെ അതുകൊണ്ട് വേറെ ഗുണമുണ്ടായി. ഞാൻ എൻ്റെ കൂടെ പഠിച്ചിരുന്നവർ 1 വർഷം മുകളിലായി പോയല്ലോ. അപ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്തു ഇനി ഇവിടെ പഠിക്കില്ല, വേറെ വല്ലയിടത്തും പോയി പഠിക്കണമെന്ന് നിശ്ചയിച്ചു. അങ്ങനെ ഡൽഹിയിൽ അപ്ലൈ ചെയ്ത് ഡൽഹി യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടി. അവിടെ ചെന്ന് പഠിക്കുന്ന സമയത്താണ് DM പറ്റി പിടികിട്ടിയത്. അന്ന് DM ഇന്ത്യയിൽ അവിടെ 2 സ്ഥലത്തേ ഉള്ളൂ. കേരളത്തിലില്ല. കേരളത്തിലെന്താ, ഇന്ത്യയിൽ 2 സ്ഥലത്തേ ഉള്ളൂ. വെല്ലൂരും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടും ഉള്ളൂ. ഈ 2 സ്ഥലത്ത് DM ഉള്ളൂ. ഈ DM കാർഡിയോളജി, അവിടെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് DM ന്യൂറോളജിയും ഉണ്ട്. ഈ 2 സബ്ജക്റ്റിലേ ഉള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അത് ചെയ്യണമെന്ന് നിശ്ചയിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ പഠിച്ചവരെക്കാളും ഒരു വലിയ ഡിഗ്രി എടുക്കണമല്ലോ എന്ന് നിശ്ചയിച്ച് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അടുത്താണ് വന്നു കഴിഞ്ഞപ്പോൾ അതിന് അപ്ലൈ ചെയ്തു. അവിടെ പിന്നെ DM സെലക്ഷൻ കിട്ടി. അങ്ങനെ DM പിടിച്ചു. സാർ, ഈ കാർഡിയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാനായിട്ട് എന്തെങ്കിലും? അത് പഠിക്കുന്ന കാലത്ത് തന്നെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ബിക്കോസ് കാർഡിയോളജിയിൽ അതുപോലെ അവിടെ അന്ന് 2 സബ്ജക്റ്റ് ഞാനൊക്കെ പഠിക്കാൻ വേണ്ടി ഡെവലപ്ഡുള്ളൂ. ഒന്ന് കാർഡിയോളജിയും അതൊരു ന്യൂറോളജിയിൽ വലിയൊരു പ്രോബ്ലം അന്ന് ഒരു ചികിത്സയില്ല. ഒരുത്തിന് സ്ട്രോക്ക് വന്ന് ഞാനിങ്ങനെ നടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാനസികമായിട്ട്
ന്യൂറോളജി ഡിസീസുള്ള ഒരാളെ ചികിത്സിക്കുമ്പോൾ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ നമുക്കൊരു തൃപ്തി കിട്ടാതെ വരും. രോഗിക്ക് സുഖം വന്നാലേ ഇതിനകത്ത് നമുക്ക് തൃപ്തിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ന്യൂറോളജിയോട് ഒട്ടും അടുപ്പില്ല, തോന്നി ദാറ്റ് ഈസ് നോട്ട് ദ കറക്റ്റ് ബ്രാഞ്ച്. കാർഡിയോളജിയിൽ നോക്കിയപ്പോൾ ധാരാളം ചികിത്സയുണ്ട്. രോഗികളെല്ലാം ബ്രെയിൻ നോർമലായതുകൊണ്ട് ലീഡ് എ നോർമൽ ലൈഫ്. പിന്നെ ഹാർട്ടിൻ്റെ അസുഖം വന്നവരും പിന്നെ ദേ ഓക്യുപ്പൈ ഹൈ പൊസിഷൻസ് ഇൻ സൊസൈറ്റി. അപ്പോൾ അതെല്ലാം കൂടി വെച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നി കാർഡിയോളജിയാണ് മച്ച് ബെറ്റർ ബ്രാഞ്ച്. അങ്ങനെ കാർഡിയോളജിയിലേക്ക് പോയത്. പിന്നെ കാർഡിയോളജി എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പഠിക്കുന്ന കാലത്ത് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ക്ലാസ് എടുത്ത ഒരു എഡിൻ റോസ് എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. പുള്ളിക്കും കാർഡിയോളജിയിൽ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളി കാർഡിയോ കേസ് ഒരുപാട് പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ കാർഡിയോളജിയിൽ വളരെ ഒന്ന് അറിവുണ്ടായി, രണ്ടാമതിൽ ഇൻട്രസ്റ്റ് ഉണ്ടായി, പിന്നെ ഒരു ചാൻസ് വന്നു. അങ്ങനെ അതിൽ വന്ന് പഠിക്കും. ഈ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനകാലം ഒന്ന് സാറിന് ഓർത്തെടുക്കാൻ പറ്റുമോ? എങ്ങനെയാണ് അവിടുത്തെ? 2 years ഷോർട്ട് പീരീഡ്. അത് മലയാളികളൊക്കെ ഉണ്ടായിരുന്നു അന്ന്? ഉണ്ട്. എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു മലയാളിയായിരുന്നു, അശോകൻ നമ്പ്യാർ എന്ന് പറഞ്ഞ്, കാലിക്കറ്റുള്ള അവിടെ പ്രൊഫസർ കാർഡിയോളജി ആയിരുന്നു. സുഗതൻ സാറിന് മുന്നായിരുന്നു? 2 കൊല്ലം സീനിയർ ആയിരുന്നു. ഈ സ്റ്റഡി 2 years. പുള്ളി അവിടുന്ന് പോകുന്ന ഉടനെ തന്നെയാണ് ഞങ്ങൾ പോയി ജോയിൻ ചെയ്തത്. അപ്പോൾ അവിടെ ഓഫ് കോഴ്സ് ട്രെയിനിങ് വളരെ കഠിനമാണ്. ഒരു 12 മുതൽ 16 മണിക്കൂർ വർക്ക് ചെയ്യേണ്ടി വരും. ഡ്യൂട്ടിയും അതും ഇതുമൊക്കെ ആയിട്ട് ഭയങ്കര ഹെവി വർക്ക്. പിന്നെ അവിടെ ഫെസിലിറ്റീസ് ഒരുപാടുണ്ടല്ലോ. പിന്നെ ഒരുപാട് ഫോറിൻ ഡിഗ്നറ്ററീസൊക്കെ വന്ന് പ്രസംഗിക്കുന്നതിനും അവരെ പ്രസംഗം കേൾക്കുന്നതിനും നമുക്ക് അതിൽ നിന്നൊരു സ്റ്റിമുലേഷൻ ഉണ്ടാകുന്നതിനും ഒക്കെ ഒരു ഓപ്പർച്യൂണിറ്റിയുള്ള സ്ഥലമാണ്. അങ്ങനെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ഒരു നല്ലൊരു പീരീഡായിട്ട് എനിക്ക് തോന്നിയത് 2 years. പിന്നെ അവിടെ ഹാർഡ് വർക്കായിരുന്നു. പിന്നെ അതിനകത്ത് ഒരു അവിടെ യാതൊരു ദാക്ഷിണ്യവും ഇല്ല. പ്രൊഫസേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റാണ്. ഒരു രക്ഷയില്ല അവിടെ. സാറ് DM കഴിഞ്ഞ് ഒരു കാർഡിയോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ ഔദ്യോഗിക ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ്? ഒരു വളരെ സ്മൂത്തായിരുന്നു. ബിക്കോസ് ഞാൻ കോട്ടയത്ത് വന്ന് ചേർന്നു. അപ്പോൾ ഈ DM-നെ പറ്റി ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ ഇവിടെ. അപ്പോൾ DM കാർഡിയോളജിസ്റ്റുകളൊന്നും ഇല്ല അപ്പോൾ കോട്ടയത്തില്ല. അവിടെ ഐ എം ദ ഫസ്റ്റ് DM കാർഡിയോളജി എന്ന് പറഞ്ഞ കാര്യം. അവിടെ DM-ഉം കാർഡിയോളജി ന്യൂറോളജി 2 സബ്ജക്റ്റിനെ ആ സമയത്ത് DM ഉള്ളൂ. ഇവിടെ ആരും DM ഉള്ളവരാരും വന്ന് ചേർന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് ചേർന്നപ്പോൾ ഒരാൾ വന്ന് എന്നോട് ചോദിച്ചു, ഈ സാറ് എന്തിന് MD കഴിഞ്ഞിട്ട് ഡിപ്ലോമ എടുക്കാൻ പോയെന്ന് ചോദിച്ചു. ഡിപ്ലോമ മറ്റേ MD ഡോക്ടർ ഇൻ മെഡിസിൻ, മറ്റേ ഡിപ്ലോമ ഇൻ മെഡിസിൻ. പിന്നെ ഐ ഹാവ് ടു എക്സ്പ്ലെയിൻ ടു പീപ്പിൾ ദാറ്റ് അങ്ങനെയല്ല അത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. അപ്പോൾ പിന്നെ അത് ഒരു DM എന്ന് പറഞ്ഞൊരു വളരെ ഉയർന്ന ക്വാളിഫിക്കേഷൻ ആണെന്ന് ആളുകൾക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ദർ വാസ് എ ബിഗ് അക്സെപ്റ്റൻസ്. പിന്നെ സൊസൈറ്റിയിൽ അങ്ങോട്ട് ചേരാനായിട്ടൊന്നും എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയില്ല. ഒന്നും വേറെ ആരും ഇല്ലല്ലോ ഒന്ന്. അപ്പോൾ അതുകൊണ്ട് DM കാർഡിയോളജി എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെതായ ഒരു അപ്രീസിയേഷൻ പെട്ടെന്ന് സൊസൈറ്റി തന്നെ ഉണ്ടായി. പിന്നെ അന്ന് ഇവിടെ പഠിക്കുന്ന പിള്ളേരോ അല്ലെങ്കിൽ MD എന്നവരാരും അന്ന് MD ഇവിടെ ഇല്ല, തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. MBBS ആരൊന്നും ഇങ്ങനത്തെ കോഴ്സിനെ പറ്റി കേട്ടിട്ട് തന്നെയില്ല. അപ്പോൾ അവർക്കുള്ളൊരു അപ്രീസിയേഷനൊക്കെ ആയിട്ട് പെട്ടെന്നൊരു ബൂസ്റ്റ് കിട്ടി. ഇവിടെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ അതിനുള്ള പഠനങ്ങളൊക്കെ ആരംഭിക്കുന്നത് സാറിൻ്റെ കാലഘട്ടത്തിൽ തന്നെയായിരിക്കും? അല്ല, എന്നോട് മുമ്പ് തന്നെ പ്രൊഫസർ ജോർജ് ജേക്കബ് ഉണ്ടായിരുന്നു. അദ്ദേഹം അതിൻ്റെ ഫൗണ്ടേഷൻസൊക്കെ തുടങ്ങി വെച്ചായിരുന്നു. പിന്നെ ഞാനും കൂടി ചേർന്നപ്പോൾ ഞങ്ങൾക്കത് കുറേ കൂടി സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റി. നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റി. സാറ് കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെയായിരുന്നു മുഴുവൻ കാലഘട്ടവും? ഇവിടെ തന്നെ, ഗവൺമെൻറ് സർവീസിലല്ല. ഞാൻ ഇവിടെ DM ചെയ്യുന്നതിന് മുമ്പ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലും ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലും വർക്ക് ചെയ്തിട്ടുണ്ട്. DM കഴിഞ്ഞ് ഇവിടെ വന്ന് ചേർന്നതിന് ശേഷം എൻ്റെ സർവീസ് മുഴുവൻ ഇവിടെ തന്നെയായിരുന്നു. 2 പ്രാവശ്യം ഐ ഹാവ് ബീൻ അബ്രോഡ്. ഒരിക്കൽ എനിക്കൊരു WHO ഫെലോഷിപ്പ് കിട്ടി, UK പോയി, സ്പെൻഡ് അബൌട്ട് 6 months. പിന്നെ ഒരു സ്പെഷ്യൽ ട്രെയിനിങ് ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി ട്രെയിനിങ് എന്ന് പറഞ്ഞ് എനിക്ക് ന്യൂസിലൻഡിൽ ഒരു സെലക്ഷൻ കിട്ടി. സോ ഐ വെൻറ്റ് ടു ന്യൂസിലൻഡ്. അവിടെ ഓക്ലൻഡിൽ വി സ്പെൻഡ് എ ഇയർ. ഓക്ലൻഡിൽ പോയപ്പോൾ ഐ വെൻറ്റ് വിത്ത് മൈ ഫാമിലി. ഞങ്ങൾ ഫാമിലിയായിട്ട് പോയത്. മറ്റേത് 6 months ഞാൻ അവിടെ പോയപ്പോൾ ഐ വെൻറ്റ് ലോഡ്. ഈ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് കെട്ടിപ്പടുക്കുന്ന ആ പ്രക്രിയയിൽ സാറിന് എന്തുമാത്രം വല്ല ഒബ്സ്റ്റക്കിൾസോ അല്ലെങ്കിൽ തടസ്സങ്ങളോ? ഗവൺമെൻറ് സർവീസിലായതിൻ്റേതായ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാവുമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഫണ്ട് അലോട്ട് ചെയ്ത് കിട്ടണമല്ലോ. അപ്പോൾ സാധാരണഗതിയിൽ തലസ്ഥാനത്തായിരിക്കും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി. അവർ സെക്രട്ടറിമാരായിട്ടും പലരുമായിട്ടും അവിടുത്തെ ഏറ്റവും ഡിപ്പാർട്ട്മെൻറ്റ് നല്ല കോൺടാക്റ്റ് ഉണ്ടായിരിക്കും, പരിചയം ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പേപ്പർ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ നമുക്ക് സാധിക്കുന്നതിന് എളുപ്പമുണ്ട്.
അതേസമയത്ത് കോട്ടയത്തിന് എഴുതി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള പല കുറികളും പിന്നെ തിരുവനന്തപുരത്തുണ്ടോ, തിരുവനന്തപുരത്ത് ഇല്ലെങ്കിൽ ഇവിടെ തുടങ്ങാൻ സമ്മതിക്കില്ല. അപ്പോൾ അങ്ങനത്തെ പല ഒബ്സ്റ്റക്കിൾസും ഉണ്ടായിട്ടുണ്ട്. പലതും നമ്മൾ പോയി അവിടുത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ ഈ ഡെവലപ്മെൻറ്റ് കാലഘട്ടങ്ങളിലെല്ലാം ഇവിടുന്ന് 2-3 മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു സപ്പോർട്ട് വളരെ സ്ട്രോങ് സപ്പോർട്ടായിരുന്നു ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന കാര്യത്തിലൊക്കെ. പുള്ളി കോട്ടയം മെഡിക്കൽ കോളേജ് നല്ലപോലെ ഡെവലപ്പ് ചെയ്യണമെന്ന് നല്ലൊരു ആഗ്രഹമുള്ള വ്യക്തിയായിരുന്നുണ്ട്. പുള്ളി ഫിനാൻസ് മിനിസ്റ്ററൊക്കെ ആയിരിക്കുമ്പോൾ ഇതിന് ഫണ്ട് അലോട്ട് ചെയ്ത് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് സാർ അത് പറ്റുമെങ്കിൽ അത് ചെയ്യും. അങ്ങനെ വലിയൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്കത് ഡെവലപ്പ് ചെയ്യാനും പറ്റി. കോട്ടയത്ത് DM തുടങ്ങുന്ന കാലഘട്ടം ഉണ്ടല്ലോ, അതൊന്ന് സാറിൻ്റെ നേതൃത്വത്തിലായിരിക്കുമല്ലോ DM? അതെ, 1992 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അതിന് കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ഫെസിലിറ്റീസിൻ്റെ എല്ലാം സമ്മതിക്കുമെന്നൊക്കെ സംശയമുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്തു, നമുക്ക് DM സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ സാധനങ്ങളെല്ലാം അയച്ചു. അതിനകത്ത് വലിയൊരു അഡ്വാൻറ്റേജ് എനിക്കുണ്ടായത്, അവിടെ DM ഇൻസ്പെക്ടർ ഉണ്ട്. ഈ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു ഇൻസ്പെക്ടർ വരും. ഇൻസ്പെക്ടർ വന്ന് ഓൺലി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്നെ പഠിപ്പിച്ച സാറായിരുന്നു. അപ്പോൾ എന്നെ ശരിക്കറിയാം. അപ്പോൾ പറഞ്ഞു, എന്നോട് ചോദിച്ചാൽ എങ്ങനെ നമുക്ക് DM സ്റ്റാർട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് വെറുതെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ നല്ല ഡിപ്പാർട്ട്മെൻറ്റാക്കി ഡെവലപ്പ് എടുക്കാം സാറ്, അതുകൊണ്ട് സാർ ധൈര്യമായിട്ട് എഴുതിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് കാലിക്കറ്റിൽ അന്ന് 1 സീറ്റുള്ള സമയത്ത് ഇവിടെ 2 സീറ്റിന് റെക്കമെൻഡ് ചെയ്തു. അങ്ങനെ 92-ൽ 2 സീറ്റോട് കൂടിയാണ് DM കാർഡിയോളജി ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിനകത്ത് ഒരു ഗുണം കിട്ടിയത്, അതിൻ്റെ ഇൻസ്പെക്ഷൻ വന്ന ഇൻസ്പെക്ടർ വാസ് മൈ ടീച്ചർ. അതൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. സാറിൻ്റെ DM തുടങ്ങിയതിന് ശേഷം അതിന് മുമ്പൊക്കെ ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പേരെ ഒന്ന് ഓർമ്മിച്ചെടുത്തൊന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും? ജോസ് ചാക്കോ എൻ്റെ സ്റ്റുഡൻ്റാണ്. ജോസ് ചാക്കോ ഈസ് മൈ സ്റ്റുഡൻറ്റ്. പിന്നെ DMൽ ആദ്യത്തെ ബാച്ചിൽ പെട്ടതാണ് നമ്മുടെ ജോണി ജോസഫ്, കാരിത്താസിലെ ജോണി ജോസഫ് ഈസ് DM. പിന്നെ ആലോചിച്ച് പോയ തിരുവനന്തപുരത്ത് കാർഡിയോളജിയിലുണ്ടായിരുന്ന ബാഹലയൻ ഈസ് മൈ സ്റ്റുഡൻറ്റ്. ലോട്ട് ഓഫ് ദം ആലോചിച്ച് പോയി. സുധൈമാൻ സാറ്? സുധൈമാൻ്റെ സ്റ്റുഡൻ്റില്ല. സുധൈമാൻ DTs MBBS ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. ഇവിടെ ആയിരുന്നെങ്കിൽ യു വുഡ് ഹാവ് ബിക്കം മൈ സ്റ്റുഡൻറ്റ്. ബട്ട് പുള്ളി DTs ഫ്രം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. MD അവിടെ തന്നെ ചെയ്തു. ദെൻ DTs DM ഫ്രം PGI ചാണ്ടിഗഡ്. അപ്പോൾ അതുകൊണ്ട് വി വർക്ക് ടുഗദർ ഫോർ എ ലോങ് പീരിയഡ്. ബട്ട് ഹി ഹാസ് നോട്ട് ബീൻ മൈ സ്റ്റുഡൻറ്റ്. സാർ അതിന് ശേഷം ആണോ എന്നറിയില്ല, ഒരു മാനേജ്മെൻറ്റ് കോഴ്സും സാറ് പഠിച്ച്? അല്ല, അത് നമ്മുടെ ഇഗ്നുവിൻ്റെ അതിനുള്ളൊരു സാഹചര്യം എങ്ങനെയാണ്? അതല്ല, ഇടയ്ക്ക് എനിക്ക് തോന്നി മാനേജ്മെൻറ്റിനെ പറ്റി ഒന്ന് കുറച്ച് മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് മാനേജ്മെൻറ്റ് എന്ത് കാര്യം വന്നാലും മാനേജ് ചെയ്യുന്നതിനുള്ളൊരു കഴിവ് കൂടുതലുണ്ടാവുമെന്ന് തോന്നി. അതുകൊണ്ട് ദിവസമായി നമ്മുടെ ഇഗ്നുവിൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, അതിലൊരു ഡിപ്ലോമ എടുത്തു. അത് ഒരു വർഷത്തെ അത് ടൈം ലിമിറ്റ് 1 വർഷമെങ്കിലും വേണം. ഞാനൊരു ഇത്തിരി കൂടി സമയം എടുത്തു. 1.5 വർഷത്തിനും കൊണ്ട് എല്ലാ സബ്ജക്റ്റും പാസ്സായി. അത് നല്ല വലിയ മാർക്കിലൊക്കെ പാസ്സായത്. അതിനും ഒക്കെ പഠിച്ച് അതിന് A ഉണ്ട് B ഉണ്ട്. അതിനകത്ത് 6 പേപ്പറുണ്ട്. 5 പേപ്പറിന് A ആയിരുന്നു, ഒരെണ്ണം B. ആ പഠനം സാറിൻ്റെ ഈ മെഡിക്കൽ കോളേജിലെ ഭരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാനേജ്മെൻറ്റിന് വളരെയധികം സഹായിച്ചിട്ടുണ്ടോ? ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ എനിക്ക് വളരെയധികം സഹായിച്ചു. നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോട് പെരുമാറണം, എങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യണം, അവരെ വലുതാക്കണം എന്നുള്ള കാര്യത്തിലെല്ലാം. പിന്നെ അതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടും എനിക്ക് നമ്മുടെ നാഷണൽ കോൺഫറൻസ് കാർഡിയോളജി സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ഇവിടെ ഓർഗനൈസ് ചെയ്തപ്പോൾ അതിൻ്റെ എങ്ങനെ നമ്മൾ കാര്യങ്ങളിൽ ഇടപെടണം എന്നുള്ളതിനെ പറ്റി എനിക്കൊരു നല്ലൊരു ഗ്രാഹ്യം ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഈ ഒരു കാർഡിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു നാഷണൽ കോൺഫറൻസ് സാറിൻ്റെ നേതൃത്വത്തിൽ? അല്ല, കാർഡിയോളജി സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ മാത്രമൊന്നുമല്ല, എനിക്ക് തോന്നുന്നത് നാഷണൽ കോൺഫറൻസ്, വലിയ നാഷണൽ കോൺഫറൻസ് ഒന്നും അതിനു മുമ്പ് ഇവിടെ ഉണ്ടായിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കോൺഫറൻസ് ആയിരിക്കണം വൺ ഓഫ് ദ ഏറ്റവും ആദ്യം കേരളത്തിൽ നടന്നത്. 2 കാരണങ്ങൾ കൊണ്ടാകാം അങ്ങനെ നടക്കാതിരുന്നത്. ഒന്ന്, കൊച്ചിയിൽ അത്രയും ഫെസിലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ നമ്മുടെ മെരിഡിയൻ്റെ കൺവെൻഷൻ സെൻറ്റർ വന്നു, പക്ഷേ ഹോട്ടൽ റൂംസ് വളരെ കുറവായിരുന്നല്ലോ. ഇങ്ങനത്തെ കോൺഫറൻസ് വരികയും പിന്നെ മൾട്ടിപ്പിൾ കോൺഫറൻസ് വരികയും കൊച്ചി ഒരു കോൺഫറൻസ് വെന്യൂയായിട്ട് മാറുകയും ചെയ്തപ്പോഴാണല്ലോ ഈ ഹോട്ടൽസ് എല്ലാം കണ്ടമാനം വന്ന് ഇപ്പോൾ ഫെസിലിറ്റീസ് ആർ ഐ വുഡ് സേ ദാറ്റ് ഈവൺ മോർ ദാൻ വാട്ട് ഈസ് റിക്വയർഡ്. നല്ല ഫെസിലിറ്റീസ് ആയാലും ഒന്ന്.
പിന്നെ കാർഡിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു ദേശീയ പ്രസിഡൻ്റായിട്ട് സാർ അതിന് ശേഷം തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ആ മീറ്റിങ്ങിൽ വെച്ച് ആ സമയത്ത് തന്നെ എന്നെ എലക്ട് ചെയ്തു. അതിൻ്റെ ഒരു അനുഭവം, ആ ഒരു വർഷത്തെ സാറിൻ്റെ സൊസൈറ്റിയിൽ പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റി. ഒന്ന് സൊസൈറ്റിയിൽ ഞാൻ അതിനു മുമ്പ് അവിടെ സൊസൈറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിങ്ങിലെല്ലാം ചെല്ലുമ്പോൾ ഒന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നത്, പല ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിക്കും. മീറ്റിങ്ങിൽ യാതൊരു ഡിസിപ്ലിനും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പ്രസിഡൻ്റായി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിങ്ങിൽ അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. എല്ലാവരും പ്രസിഡൻറ്റിനോട് സംസാരിക്കുമോ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റില്ല. പ്രസിഡൻ്റാണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരാൾ പറഞ്ഞ കാര്യത്തെപ്പറ്റി വേറൊരാൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. പക്ഷേ അത് പ്രസിഡന്റിനോട് പറയാൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പാടില്ല. ഒരു ഡിസിപ്ലിൻ ഇല്ല, അങ്ങനെ അത് നല്ലൊരു ഡിസിപ്ലിൻ കൊണ്ടുവന്നു. അതുകൊണ്ട് പല കാര്യങ്ങളും പാസ്സാക്കി എടുക്കാൻ പറ്റി. അതുപോലെ തന്നെ ഞാൻ പ്രസിഡൻ്റായിരുന്ന സമയത്താണ് ഒരു കോൺസെപ്റ്റ് വന്ന്, ഫെലോഷിപ്പ് ഇൻ കാർഡിയോളജി, ഫെല്ലോ ഓഫ് ദി കാർഡിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ. എല്ലാ രാജ്യങ്ങളിലും ഉള്ളതാണ്. വലിയ സൊസൈറ്റീസിനൊക്കെ ഫെലോഷിപ്പ് കിട്ടും. അപ്പോൾ ആ ഫെലോഷിപ്പ് എങ്ങനെ തുടങ്ങണം എന്നുള്ളതിനെ പറ്റിയൊക്കെ ഞാൻ ആദ്യം തന്നെ ഒന്ന് അമേരിക്കൻ കോളേജ് ഓഫ് കാർഡിയോളജിയുടെ ഒരു മീറ്റിങ്ങിൽ വെച്ച് അവരെങ്ങനെയാണ് അത് കണ്ടക്ട് ചെയ്യുന്നുള്ളത് നല്ലവണ്ണം അങ്ങ് സ്റ്റഡി ചെയ്തു. എന്നിട്ട് ആ പാറ്റേണിൽ തന്നെ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തു. അത് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത വലിയ അക്സെപ്റ്റൻസ് ആയിരുന്നു. ഐ ഇംപ്ലിമെൻറ്റഡ് ഇൻ 2005. ആ പാറ്റേൺ ഐ തിങ്ക് നമ്മുടെ അന്ന് അത് റെക്കോർഡ് ചെയ്യുന്നതിന് മധു ഉണ്ടായിരുന്നു. മധു അതൊക്കെ റെക്കോർഡ് ചെയ്ത് അത് ഡിസ്കിലൊക്കെ ആക്കുകയൊക്കെ ചെയ്തത് ഹോൾ പ്രോഗ്രാം. എന്നിട്ട് അത് ആ പാറ്റേണാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. ദേ ഹാവ് നോട്ട് ചേഞ്ച് ഇറ്റ് അറ്റ് ഓൾ. ഇത്രയും വർഷമായി, ഇപ്പോൾ ഏകദേശം ആൾമോസ്റ്റ് 20 years. ദ പാറ്റേൺ ഓഫ് ദ ഫെലോഷിപ്പ് ഇസ് എക്സാക്ട്ലി വാട്ട് ഐ ഹാവ് റിട്ടൺ. അത് ഞാൻ എൻ്റെ പാറ്റേണും എല്ലാം എന്ത് ചെയ്യണം, ആരെന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ അതിനകത്ത് എഴുതി വെച്ചിരുന്നു. ആൻഡ് ദാറ്റ് ഇസ് ബീങ് സ്റ്റിൽ ഫോളോഡ്. അതൊരു കാർഡിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയിൽ ഒരു 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 പുതിയ കോൺസെപ്റ്റ് ഉണ്ടാക്കുന്നതിനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനും അത് വളരെ സക്സസ്ഫുള്ളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് സാധിച്ചു. പിന്നെ വേറെ പല പരിപാടികളും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അത് നമ്പർ ഓഫ് ദം, ഇൻഡിസിപ്ലിൻ ഇല്ലാത്ത പല സ്ഥലങ്ങളിലും ഡിസിപ്ലിൻ കൊണ്ടുവരികയും അങ്ങനെ അതൊക്കെ എനിക്ക് തോന്നിയ ഒരു പരിധിവരെ ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാക്കിയെടുത്തും സഹായിച്ചു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സാറിൻ്റെ ഈ ഒരു അധ്യാപകൻ എന്നുള്ളൊരു ജീവിതത്തിൽ ഇപ്പോൾ സാറ് റിട്ടയർ ചെയ്തു, അതിനുശേഷം ഏതെങ്കിലും രീതിയിൽ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ സാറിന് ഓർത്തെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്നോ രണ്ടോ സംഭവങ്ങൾ വിദ്യാർത്ഥികളുമായിട്ടുള്ള ഇടപഴകലിൽ? ഈ അധ്യാപകൻ എന്നുള്ള നിലയിൽ ഞാൻ എനിക്ക് വളരെയധികം താല്പര്യമുള്ള ഒരു ഫീൽഡാണ് പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴും ഇവിടെ പുഷ്പഗിരി പോയി പഠിപ്പിക്കുന്ന വർക്കിന് പോകുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ അവിടെ പഠിപ്പിക്കാമെന്നുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ കോട്ടയത്താണ് വർക്ക് ചെയ്യാൻ എനിക്ക് എപ്പോഴും സൗകര്യം. വീട്ടിൽ നിന്ന് പോയി വർക്ക് ചെയ്യാം. ഒന്ന്. രണ്ട്, എൻ്റെ പേഷ്യൻ്റ് ക്ലയൻറ്റേജ് മുഴുവൻ കോട്ടയം എൻ്റെ അറൗണ്ടാണ്. അപ്പോൾ അതൊരു കോട്ടയത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചേരുന്നത് എപ്പോഴും ഒരു ഗുണകരമായിരുന്നു. പക്ഷേ പഠിപ്പിക്കുക എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് അവിടെ മെഡിക്കൽ കോളേജുണ്ട്, അപ്പോൾ അവിടെ പോയി പഠിപ്പിക്കാം. അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നുകൊണ്ടാണ് അവിടെ പോയത്. പിന്നെ അവിടെ ഒരു പ്രിൻസിപ്പളായിട്ടാണ് എന്നെ വിളിച്ചത്. അപ്പോൾ അതുകൊണ്ട് കോളേജ് ഡെവലപ്പ് ചെയ്യുന്നതിനൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ടീച്ചിങ്ങിന് പോയത്. മെഡിക്കൽ മിഷനിൽ എല്ലാ വർഷവും DM സ്റ്റുഡൻസിനെ ക്ലാസ് വേണ്ടി പോകുമായിരുന്നു. എല്ലാ വർഷവും അവരുടെ പരീക്ഷ സാധാരണ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അവർക്കൊരു സ്പെഷ്യൽ ട്രെയിനിങ്ങിന് വേണ്ടി മദ്രാസ് മെഡിക്കൽ മിഷൻ അവരൊരു സ്പെഷ്യൽ 2 to 3 days ട്രെയിനിങ് പ്രോഗ്രാമുണ്ട്. അപ്പോൾ അതിൽ ഐ യൂസ് ടു ഗോ ദർ ആസ് എ ടീച്ചർ. അപ്പോൾ അവിടെ ഒരു 250-300 സ്റ്റുഡൻസ് വരും ഓൾ ഓവർ ഇന്ത്യ. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ പോയി പഠിപ്പിക്കുമായിരുന്നു. ഈ കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ അതും എല്ലാം നിന്നു. അപ്പോൾ എൻ്റെ ക്ലാസ് മുമ്പ് അറ്റൻഡ് ചെയ്തിട്ടുള്ള 2-3 പേര് എന്നെ വിളിച്ചു ചോദിച്ച്, സാറിന് ഒരു ഓൺലൈൻ ക്ലാസ് എടുക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് ഒട്ടും ക്ലാസ് ഇല്ലയെന്ന് പറഞ്ഞു. മതി എടുക്കാമല്ലോ, നിങ്ങൾ ഓൺലൈൻ അറേഞ്ച് ചെയ്തോ, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2-3 ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ അവർ ബാക്കിയുള്ള സ്റ്റുഡൻസിനെ എല്ലാം അറിയിച്ചു. അങ്ങനെ അത് ക്ലാസ് അങ്ങ് ഡെവലപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് കോവിഡ് കഴിഞ്ഞപ്പോഴും ഐ കണ്ടിന്യൂഡ് വിത്ത് ദ ക്ലാസ്. അങ്ങനെയാണ് ഓൺലൈൻ ക്ലാസ് തുടങ്ങിയത്. കോവിഡ് കഴിഞ്ഞപ്പോൾ ഓൺ ക്ലാസ് ആഴ്ചയിൽ ഒരിക്കൽ നടത്തും. എൻ്റെ ഒരു 2 hour ക്ലാസ്സാണ്. അപ്പോൾ അത് അപ് ടു 150 സ്റ്റുഡൻസ് വരെ ജോയിൻ ചെയ്യാറുണ്ട്. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. പിന്നെ പലരും
ഞാൻ പല കോൺഫറൻസും പലയിടത്തും ആൾക്കാർ ഇത് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തവരൊക്കെ കാല് തൊട്ട് തലയിലേക്ക് ചെയ്യുന്നത്. അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ആർക്കും ഇങ്ങനത്തെ ഒരു ക്ലാസ് ഉണ്ടായിട്ടില്ല, എൻ്റെ സാറ് പഠിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പാസ്സായെന്നൊക്കെ പറഞ്ഞ് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഞാനിങ്ങനെ കോൺഫറൻസ് ഓരോന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ വെയിറ്റ് ചെയ്ത് കണ്ടവരുണ്ട് അവിടെ. അപ്പോൾ എന്ന് വെച്ചാൽ നേരിട്ട് കണ്ടിട്ടില്ല, ഈ ഓൺലൈൻ ക്ലാസ്സാണ് നടക്കുന്നത്. അങ്ങനെ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അതുപോലെ എനിക്ക് വളരെ ഒരു ഗ്രാറ്റിഫൈങ് ആയിട്ട് തോന്നി. ബിക്കോസ് ആ സമയത്ത് അവരെ പഠിപ്പിക്കുന്നതിനും പിന്നെ കോവിഡ് കാലത്ത് അവർക്ക് ശരിക്കും ക്ലാസ് ഇല്ലാത്ത സാഹചര്യത്തിൽ വേണ്ട വിധത്തിലുള്ള ക്ലാസ്സുകൾ എടുക്കുന്നതിനും സാധിച്ചുകൊണ്ട് ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഐ എം സ്റ്റിൽ കണ്ടിന്യൂയിങ് ഇറ്റ്. അവർ സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദാറ്റ്സ് എ ഗുഡ് എക്സ്പീരിയൻസ്. പിന്നെ ക്ലാസ് ഇവിടെ MBBS MDക്കും DMനൊക്കെ ഇഷ്ടംപോലെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ടീച്ചിങ് ഈസ് ഇൻ മൈ ബ്ലഡ് ആൻഡ് ഓൾസോ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എൻജോയബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതിന് സംശയമൊന്നുമില്ല. ഞാനൊരു ചെറിയൊരു ഇൻട്രസ്റ്റിംഗ് ഇൻസിഡൻസും കൂടി വിട്ടുപോയി. ഞാൻ പറഞ്ഞല്ലോ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ആയിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ടാണ് അന്ന് കേരള യൂണിവേഴ്സിറ്റിയേ ഉള്ളൂ. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ ഞാനായിരുന്നു ഫസ്റ്റ് പേഴ്സൺ ടു പാസ് വിത്ത് ഫസ്റ്റ് ക്ലാസ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അവിടെ പാസ്സായി കഴിഞ്ഞ ഉടനെ തന്നെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് മേടിക്കണം, എന്നാൽ ഹൗസ് ഏജൻസിക്ക് ചേരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ യൂണിവേഴ്സിറ്റി പോയി. യൂണിവേഴ്സിറ്റി അവിടെ ചെന്ന് പറഞ്ഞിങ്ങനെ ഞാനിങ്ങനെ MBBS പാസ്സായി, എൻ്റെ ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഞാൻ മേടിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ നമ്പർ എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ നമ്പർ 120 ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ നമ്പർ 120. അപ്പോൾ ക്ലർക്കകത്ത് പോയി കുറച്ച് കഴിഞ്ഞ് മടങ്ങി വന്നിട്ട് പറഞ്ഞ് ഡോക്ടറുടെ നമ്പർ അതിൽ കാണാനില്ല, പിന്നെ വല്ല കാര്യം ചിലപ്പോൾ തടഞ്ഞു വെച്ച് കാണുമായിരിക്കും, അത് തടഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഞാൻ നോക്കാം, തടഞ്ഞു വെച്ചതിലുണ്ടോയെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിലാണ് പാസ്സായെന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു ഞാനിത് ഫസ്റ്റ് ക്ലാസ് നോക്കിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് ഇതുവരെ ആർക്കും ഉണ്ടായിട്ടില്ല, പുള്ളി സെക്കൻഡ് ക്ലാസ്സേ നോക്കിയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നമ്പർ ഉണ്ടായിരുന്നു, പുള്ളി മിസ് ചെയ്ത് പോയി. എന്നിട്ട് പിന്നെ പുള്ളി അവിടെ തന്നെ പോയി നോക്കി. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ എൻ്റെ നമ്പർ കണ്ട് ഉടൻ തന്നെ ഞാൻ വിളിച്ചകത്തോട്ട് കൊണ്ടുപോയി നമ്മുടെ രജിസ്ട്രാറൊക്കെ പരിചയപ്പെടുത്തി, കൺട്രോളർ ഓഫ് എക്സാമിനേഴ്സ്. അവിടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് 5 മിനിറ്റ് കൊണ്ട് കിട്ടി. അതൊരു നല്ലൊരു അനുഭവമായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. സാറിൻ്റെ കുടുംബത്തെക്കുറിച്ചൊന്ന് 2 വാക്ക് പറയാം. എനിക്ക് 2 പിള്ളേരാണ്. എൻ്റെ വൈഫിൻ്റെ പേര് റാണി. പുള്ളി ഒരു എഡ്യൂക്കേഷനിസ്റ്റ് എന്ന് പറയാൻ വേണമെങ്കിൽ BEd ഒക്കെ പഠിച്ചിട്ടുണ്ട്. കുറച്ച് നാൾ വർക്ക് ചെയ്തു, 1 വർഷം വർക്ക് ചെയ്തു, പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. മകള് പുള്ളി ഒരു MBA എന്ന് പറയാം. ബിക്കോസ് നമ്മുടെ ഈ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൽ TISIന്ന് പുള്ളി ഡിഗ്രി എടുത്തത്. അതിനുശേഷം പുള്ളി ഷീ വർക്ക് ഫോർ സം ടൈം. അതിന് ഷീ ഗോട്ട് മാരീഡ് ടു ഒരു പഞ്ചാബി ഫാമിലിയിലാണ്. ഷീ ഈസ് ഗോട്ട് മാരീഡ് ദെയർ ഇൻ ഡൽഹിയിലൊക്കെ. മകൻ MBBS കഴിഞ്ഞു, ഇവിടുന്ന് കോട്ടയത്ത് പാസ്സായത്. അവന് MBA 1 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞ് അവന് ഇൻട്രസ്റ്റ് ഇല്ലയെന്ന് പറഞ്ഞു മെഡിസിന്. ദെൻ ഈ വെൻ ടു US പോയി, അവിടെ ഒരു മാനേജ്മെൻറ്റ് ഡിഗ്രി എടുത്തു നമ്മുടെ ഇവിടുന്ന് ഹാർവാർഡിൽ നിന്ന്. ദെൻ കെയിം ബാക്ക് ആൻഡ് ഈസ് നൗ ഇൻ ടു മാനേജ്മെൻറ്റ്. അപ്പോൾ അവന് MBBS കൂടി ഉള്ളതുകൊണ്ട് ഈസ് കോൺസെൻട്രേറ്റിംഗ് മോർ ഓൺ ഹെൽത്ത് കെയർ റിലേറ്റഡ് മാനേജ്മെൻറ്റ്. അതിനാണിപ്പോൾ ഹെൽത്ത് കെയർ റിലേറ്റഡ് മാനേജ്മെൻറ്റിലാണ് പുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതൊരു റെക്കഗ്നേഷനായിട്ട് എനിക്കും തോന്നി. ബിക്കോസ് MBBS ഉണ്ട്, ആ കൂട്ടത്തിലൊരു മാനേജ്മെൻറ്റ് എക്സ്പീരിയൻസും ഉണ്ട്. അപ്പോൾ ഈ സ്കെറ്റിംഗ് ഇട്ട് ഫിനാൻസിന് അവന് വലിയ ഇൻട്രസ്റ്റാണ്. അപ്പോൾ ആ ലൈനിലാണ് പുള്ളി പോകുന്നത്. സാറിൻ്റെ ഇനി ഭാവി ഫ്യൂച്ചർ പ്ലാനുകൾ എന്തെങ്കിലുമൊക്കെ? ഇനിയിപ്പോൾ ഫ്യൂച്ചറിന് പ്ലാൻ ചെയ്യാൻ മാത്രമേ ഇനി പ്രായമുണ്ടോ അല്ല, ബട്ട് സ്റ്റിൽ ഐ വാണ്ട് ടു കണ്ടിന്യൂ ടു വർക്ക്. എൻ്റെ ആഗ്രഹം ഇസ് ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു ഡൈ വർക്കിംഗ് റാദർ ദാൻ റിലാക്സ് ചെയ്ത് മരിക്കുന്നതിനേക്കാളും നല്ല വർക്ക് ചെയ്ത് തന്നെ മരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല. അതുകൊണ്ട് വർക്ക് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ വർക്ക് നമ്മളിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓണേഴ്സ് ആൻഡ് റെക്കഗ്നേഷൻസ് ഡു കം. നമ്മൾ വർക്ക് ചെയ്യാത്തടത്തോളം കാലം ഓണേഴ്സ് ആൻഡ് റെക്കഗ്നേഷൻ ഒന്നും വരികയില്ല. അപ്പോൾ നമ്മൾ വർക്ക് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ദർ ക്യാൻ ബി ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഓപ്പർച്യൂണിറ്റീസ് യു ക്യാൻ റെക്കഗ്നേഷൻ ഉണ്ടാകാം, അവാർഡ്സ് ഉണ്ടാകാം, ഓണേഴ്സ് ഉണ്ടാകാം. ദോസ് തിങ്സ് വിൽ ഹാപ്പൻ ആസ് യു വർക്ക്. നമ്മൾ വർക്ക് ചെയ്യാത്തടത്തോളം കാലം അത് ഒരിക്കലും ഉണ്ടാകില്ല. പുതുതലമുറയിലെ ഡോക്ടർമാർ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം പഠിച്ചിറങ്ങുന്നവർ അവർക്ക് സാറിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു മെസ്സേജ് എന്തായിരിക്കും? ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാനൊന്ന് ഒബ്സർവ് ചെയ്തത്, ഇപ്പോൾ പേഷ്യൻ്റ് നമ്മൾ മുമ്പൊക്കെ എല്ലാവരും തന്നെ രോഗികളായിട്ട് സംസാരിക്കുകയും രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കുകയും
അതെങ്ങനെ ഉണ്ടായി, എന്തുണ്ടായി എന്നൊക്കെ മനസ്സിലാക്കിയെടുത്തു, രോഗിയെ പരിശോധിച്ചു, അതിനുശേഷം അത് അഭിപ്രായം പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ രോഗിയായിട്ടൊരു കോണ്ടാക്റ്റ് വരുന്നു. പിന്നെ നമ്മൾ ഡോക്ടറുടെ സംസാര രീതിയും ഇടപഴകലും നല്ലതാണെങ്കിൽ രോഗിക്ക് ഡോക്ടറോട് ഒരു അറ്റാച്ച്മെൻറ്റ് വരുന്നു. അപ്പോൾ ഒരു ദറ്റ്സ് എ ഗുഡ് ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പ്. ഇന്ന് കാലത്ത് അത് വളരെ കുറഞ്ഞു. മെക്കാനിക്കലാകുന്നു. മെക്കാനിക്കലിൽ മാത്രമല്ല, പലപ്പോഴും നമ്മളുടെ ടെസ്റ്റുകളിലും ഇൻവെസ്റ്റിഗേഷൻസിലും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഡയഗ്നോസായി മാറുകയാണ്. രോഗി വന്നു ഉടൻ തന്നെ സ്കാൻ ചെയ്തു, അത് ചെയ്തു, അതിൻ്റെ റിപ്പോർട്ടെല്ലാം കൊണ്ട് നോക്കി ഡയഗ്നോസ് ചെയ്തു. പിന്നെ രോഗികളുടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ രോഗിയായിട്ട് അതിൻ്റെ ഡിസീസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതിനോ അധികം ഡോക്ടേഴ്സിന് സമയം കിട്ടുന്നില്ല. ദേ ആർ ഓൾ വെരി ബിസി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പ് കുറേശ്ശെ കുറഞ്ഞു വരികയാണ്. അത് റീഗെയിൻ ചെയ്യേണ്ടതാണ്. പലപ്പോഴും നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് വളരെ കുറഞ്ഞു പോകുന്നു. ദാറ്റ് ഈസ് വൺ തിങ് വിച്ച് ഈസ് ഹാപ്പനിങ്. അത് ഒന്ന് ശരിയാക്കി കിട്ടേണ്ടതാണ്. ഈ പുതിയ തലമുറ അക്കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ആലോചിച്ച് മനസ്സിലാക്കി ഡയഗ്നോസിലേക്ക് പോകേണ്ട സാഹചര്യം വരുന്നില്ല. പലപ്പോഴും ഈ ടെസ്റ്റുകൾ കഴിയുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ഡയഗ്നോസ് കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യം ശരി, അത് നല്ലത് തന്നെയാണ്, നമുക്ക് കറക്റ്റ് ഡയഗ്നോസ് കിട്ടുന്നു, എല്ലാം കൊണ്ട് പല ഗുണങ്ങളും ഉണ്ട്. പക്ഷേ ആ പേഷ്യൻ്റ് ഡോക്ടർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട. അവർ സയൻസ് ഈസ് ഒരു ഹ്യൂമൻ റിലേറ്റഡ് സയൻസാണ്. അവിടെ ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. സോ ഇഫ് യു വാണ്ട് ടു ബിക്കം എ ഗുഡ് ഡോക്ടർ, ഐ ഫീൽ ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇത്രയും നേരം നമ്മളോട് സംസാരിച്ച ഡോക്ടറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. Thank you for this opportunity to share my experience in life with probably with a larger number of people, and especially with you also.